ഞാൻ നോക്കിയിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? അതിപ്പോ നമ്മളാരും വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ്. പക്ഷേ മീര വിചാരിച്ചാൽ നടക്കും. മീര വിചാരിച്ചാ എന്ത് നടക്കുമെന്നാ പറയുന്നേ? മീര ഭഗവാന്റെ വലിയ ഭക്തിയും പൂജാരിയൊക്കെ അല്ലേ? ദൈവം വിളിച്ച വിളിപ്പുറത്തല്ലേ? മീര ഒരു പ്രത്യേക പൂജ അങ്ങ് ചെയ്യട്ടെ. ഹൈദരാബാദിലെ പ്രശ്നങ്ങളൊക്കെ ചുമ്മാ ഒന്നും അല്ലാതാകുന്നത് കാണാലോ. വെറുതെ ദൈവദോഷം പറയാതെ അഭിരാമി. എവിടെ എന്താ പറയേണ്ടതെന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതായോ നിനക്ക്? നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ദൈവത്തിനല്ലേ ചെയ്യാൻ പറ്റൂ? ആ ബീച്ച് സൈഡിലെ പ്രോപ്പർട്ടിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോ മീരയല്ലേ അത് ശരിയാക്കിയത്? അത് ഭഗവാൻ ചെയ്തതാണെന്നല്ലേ മീര പറഞ്ഞത്? പിന്നെ ഇതിനിപ്പോ എന്താ പ്രശ്നം? അതോ ഇനി മീരയുടെ ഭഗവാൻ വേറെ സ്റ്റേറ്റിൽ പോയി ഒന്നും ചെയ്യില്ലെന്നുണ്ടോ? അഭിചേച്ചി, ദയവ് ചെയ്തിങ്ങനെയൊന്നും പറയല്ലേ. ഈ കുടുംബത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം മാറ്റിത്തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവരാ നമ്മളെല്ലാവരും. എന്ന് കരുതി ഭഗവാൻ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുന്ന ഒരാളായിട്ട് മാത്രം നമ്മൾ കാണാൻ പാടില്ല. ഈശ്വരന് അതിനും അപ്പുറം ഒരുപാട് അർത്ഥവും വലിപ്പവും ഉണ്ട്. അതറിയാനും മനസ്സിലാക്കാനോ നമ്മൾ ശ്രമിക്കേണ്ടത്. മീരെ, നീ വെറുതെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ വായടപ്പിക്കാൻ ശ്രമിക്കണ്ട. നിനക്ക് പറ്റുമെങ്കിൽ ചെയ്യാ, അല്ലെങ്കിൽ വിട്ടേക്ക്, അത്രേ ഉള്ളൂ. അഭി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇപ്പൊ കേസിന്റെ അവസ്ഥ എന്താ ആദർശേ? അവരെല്ലാവരും ഒളിവിലാണമ്മേ. അവരെ കണ്ടെത്തിയാല് ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് അറിയാൻ പറ്റൂ. പ്രോപ്പർട്ടി വിറ്റ് കിട്ടിയ പണമെല്ലാം അവര് വിദേശത്തേക്ക് കടത്തി കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയും എന്താവുമെന്ന് അറിയാത്ത അവസ്ഥയിൽ നമ്മളിപ്പോ. വല്ലാത്തൊരവസ്ഥ തന്നെയാ ഇത്. ഇനി അധികം നഷ്ടം വരാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. അല്ലാതെ എന്ത് ചെയ്യാനാ? എന്റെ ദൈവമേ, എനിക്കെങ്ങാനും ആയിരുന്നു ഇങ്ങനൊരു അബദ്ധം പറ്റിയിരുന്നെങ്കിൽ എല്ലാരും കൂടി അങ്ങ് കൊന്നേനെ. അബി, നീ ഇനി ഇതിലെ കൂടുതൽ അഭിപ്രായം ഒന്നും പറയണ്ട. നിങ്ങൾ റൂമിലേക്ക് പോകാൻ നോക്ക്. ചെല്ല്. അബി, വാ. നിങ്ങളും ചെല്ല്. ഭഗവാനെ, എന്തൊരു പരീക്ഷണ ഇതൊക്കെ. ഇമോഷണൽ ആവാതിരിക്കാൻ ഞാൻ എന്താ കല്ലാണോ? വിദ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ വിശാലിനെ വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അവൻ വിദ്യയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച എന്ത് ചെയ്യും? വിശാല് വന്നാൽ വിദ്യയായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ തന്നോട് പറഞ്ഞല്ലേ. അവൻ മാത്രമല്ലല്ലോ, നിങ്ങൾ എല്ലാവരും വിദ്യയെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിച്ചത്. നിങ്ങൾ എല്ലാവരും എതിർത്താലും ആ ബീനയും അവളുടെ മകനുമായിട്ട് ഈ വീടിനൊരു ബന്ധം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. എടോ, താൻ പറയുന്നത് ഞാൻ സമ്മതിച്ചല്ലോ. പക്ഷെ ഇക്കാര്യം പറഞ്ഞ് നമ്മൾ ആരോട് സംസാരിച്ചാലും അവരെല്ലാവരും വിദ്യയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആദർശനോട് പോയി സംസാരിച്ചപ്പോൾ ഉള്ള അവസ്ഥ തനിക്കറിയാലോ. എല്ലാരും എനിക്കിപ്പോ മനസ്സിലായി. ആർക്കും നമ്മുടെ കുടുംബത്തോടോ വിദ്യയുടെ ഭാവിയോടോ ഒന്നും ഒരു താല്പര്യവുമില്ല. അവൾക്കൊരു അബദ്ധം പറ്റി. അതിൽ നിന്നും അവളെ രക്ഷിക്കുന്നതിന് പകരം അതിൽ തന്നെ അവൾ ജീവിക്കട്ടെ എന്ന് മനോജനടക്കം എല്ലാവരും പറയുന്നത്. ഇക്കാര്യത്തിന് അതല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബലം പ്രയോഗിച്ചൊരു വിവാഹമാണ്. അത് പ്രാക്ടിക്കലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വിവാഹം കഴിക്കാൻ വരുന്ന പയ്യനോട് അവൾക്ക് തുറന്നു പറയാമല്ലോ മറ്റൊരു അഫെയർ ഉണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ വരുന്നയാളെ തിരികെ പോവില്ലേ? ആ ഫാമിലിയോട് നമ്മൾ എന്ത് മറുപടി പറഞ്ഞു പിടിച്ചു നിൽക്കും? വിദ്യ അങ്ങനെ പറയരുത്, അതിന് നമ്മൾ സമ്മതിക്കരുത്. അതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? നമ്മൾ വിദ്യയെ വാശി കയറ്റിയാൽ അവൾ അതേ രീതിയിലല്ലേ തിരിച്ചു പെരുമാറൂ. എല്ലാം അറിഞ്ഞുകൊണ്ട്
വിദ്യ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായാലോ? ആരാണ് അങ്ങനെ തയ്യാറാകുന്നത്? ശരി, ഇനി അങ്ങനെ തയ്യാറായാൽ തന്നെ അതെന്തിനു വേണ്ടിയായിരിക്കും? നമ്മൾ അവൾക്ക് സമ്മാനമായി കൊടുക്കുന്ന സ്വത്തിനും പണത്തിനും വേണ്ടിയായിരിക്കില്ലേ? അല്ലാതെ സ്നേഹമുള്ളൊരു ഭാര്യയോടൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച് വിവാഹം കഴിക്കാൻ വരുന്ന ആരെങ്കിലും മറ്റൊരാളുമായി ബന്ധമുള്ള ഒരു പെണ്ണിനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന വിവാഹത്തിന് തയ്യാറാവുമോ? തൻ്റെ മനസ്സിലെ വാശിയാണ് മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ടാ ഇത്തരം മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്. എടോ, നമുക്ക് വലുത് നമ്മുടെ വിദ്യയുടെ ഭാവിയാ. അതിനു വേണ്ടത് അവളെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഒരാളെയാ. അത് സൂരജാണെന്ന് അവൾക്ക് തോന്നിയാൽ, അവൻ്റെ ഒപ്പം ജീവിക്കാനാണ് അവൾക്ക് താല്പര്യമെന്ന് പറഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? സൂരജിനെ കൊണ്ട് വിദ്യയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും കഴിയുമെന്ന് മനോജന് തോന്നുന്നുണ്ടോ? അവന്റെ സ്വഭാവം എന്തെന്ന് നമുക്കറിയാവുന്നതല്ലേ? പഴയ സൂരജ് ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വിദ്യക്കൊപ്പം നിൽക്കില്ലായിരുന്നു. പക്ഷേ സൂരജിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടെന്ന് വിദ്യയ്ക്കും അവനെ അറിയാവുന്ന എല്ലാവർക്കും ഉറപ്പുണ്ട്. ഒരു പരിധിവരെ എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിതിൽ എതിർപ്പില്ലാത്തത്. സൂരജ് മാറിയിട്ടുണ്ടാവും, പക്ഷെ അവന്റെ അമ്മ ബീന തന്നെയാണല്ലോ. അവൾക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ. ആ വീട്ടിലേക്ക് വിദ്യ കയറി ചെന്ന് ബീന വിദ്യ ഏതൊക്കെ രീതിയിൽ ദ്രോഹിക്കുമെന്ന് മനോജനൊന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് താൻ ചിന്തിക്കുന്നതല്ലേ? ഇത് പഴയ കാലമൊന്നുമല്ല. പിന്നെ വിദ്യ ഒന്നും അറിഞ്ഞൂടാത്ത കുട്ടിയൊന്നുമല്ല. നമ്മളോട് ഇത്രയും ഫൈറ്റ് ചെയ്ത് വിദ്യക്ക് നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ബീനെ കൈകാര്യം ചെയ്യാൻ അവൾക്കറിയാതിരിക്കും. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ബീന ജയിക്കാൻ വേണ്ടി എന്ത് തറവേലയും ഒപ്പിക്കും, അതെനിക്കുറപ്പാ. എന്റെ മോളുടെ ജീവിതം വെച്ച് എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ തന്നെ ആലോചിക്കുക. അല്ല, ഞാൻ ഇതിലിനി എന്തു പറയാനാ? എല്ലാത്തിനും അബിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു തിരിച്ചുവരവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതെല്ലാം സാധിച്ചത് അബി എന്നെ സഹായിച്ചുകൊണ്ട് മാത്രമാ. എന്നെ ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥയിൽ വേണ്ട ഉപദേശങ്ങൾ തന്ന് എന്നെ സഹായിച്ചതും അങ്കിളല്ലേ. അപ്പോ ഞാൻ ഇത്രയെങ്കിലും തിരിച്ചു ചെയ്യണ്ടേ? എൻ്റെ മക്കളും ഭാര്യയും പോലും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അല്ല, അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. വീട്ടിൽ ഞാനും അവർക്കാർക്കും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ എൻ്റെ തീരുമാനങ്ങൾ മാത്രം അടിച്ചേൽപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. ഞാൻ ജയിലിൽ പോയത് അവർക്ക് അത്രയും ആശ്വാസമാവുമെന്നായിരിക്കും കരുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങണമെന്ന് അവരാരും ആഗ്രഹിച്ചിട്ടും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടതൊക്കെ അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അങ്കിൾ എന്നോട് പറയുന്നതിനനുസരിച്ച് ഞാനും അവർക്ക് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്കിളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാവില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ടും അതിനുള്ള വഴികൾ തേടാൻ പറ്റാത്തതുകൊണ്ടാവും ഒന്നും ചെയ്യാതിരുന്നത്. എനിക്കും അതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ലായിരുന്നു. അങ്കിൾ ആ വക്കീലിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ ജാമ്യം കിട്ടിയത് തന്നെ. വക്കീൽ ഗിരിജ വല്ലഭനെ കുറിച്ച് ജയിലുള്ളവർ തന്നെ എനിക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഒരു വാർഡനും എന്നോട് പറഞ്ഞു, ഈ വക്കീൽ വിചാരിച്ചാൽ ജാമ്യം കിട്ടുമെന്നും നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വക്കീലാണെന്നും. അങ്കിൾ അന്ന് വക്കീലിനെ കാണാൻ പറഞ്ഞപ്പോഴും അയാളെ വക്കാലത്തെ ഏൽപ്പിച്ചപ്പോഴും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. അയാൾ മിടുക്കനാ. ജാമ്യത്തിന് പോലും ഒരു വഴിയില്ല എന്ന് പറഞ്ഞ് എനിക്ക് അയാൾ ജാമ്യം വാങ്ങി തന്നില്ലേ. ഈ കേസിൽ നിന്ന് വക്കീല് തന്നെ രക്ഷിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നല്ല കാര്യം. അങ്ങനെ സംഭവിക്കുന്നത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ കയ്യിൽ നിന്ന് കുറെ തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോകാൻ സാധിക്കത്തില്ല. ഇനി പുറത്തു തന്നെ നിൽക്കാൻ കഴിഞ്ഞാൽ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ഒരു ശ്രമമെങ്കിലും നടത്തണം. ഇന്ന് ഞാൻ അഭിക്കൊപ്പം വിഘ്നേഷിനെയും കൂടെ പ്രതീക്ഷിച്ചിരുന്നു. സൈറ്റിൽ കുറച്ച് ആവശ്യങ്ങളുള്ളതുകൊണ്ട് വിഘ്നേഷ് ഏട്ടൻ സൈറ്റിലേക്ക് പോയി. സാരമില്ല, ജോലികൾ നടക്കട്ടെ. വിഘ്നേഷിനെ കാണാനും സംസാരിക്കാനും ഇനി സമയമുണ്ടല്ലോ. ഞാൻ മുമ്പ് വിഘ്നേഷിനെ കരുവാക്കി കമ്പനി ചില മാനിപ്പുലേഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പിണക്കം വിഘ്നേഷിൻ്റെ മനസ്സിലുണ്ടാകാനും സാധ്യതയുണ്ട്. അതിന് നേരിട്ട് കണ്ട് ക്ഷമ പറയണം. അതൊക്കെ ഞങ്ങൾ മറന്ന കാര്യങ്ങൾ അങ്കിളെ.
അതുകൊണ്ടല്ലേ അങ്കിളിനെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറായത്. ഓരോ സാഹചര്യത്തിൽ നമ്മുടെ നിലനിൽപ്പ് മുന്നിൽ കണ്ട് ചില തെറ്റുകളൊക്കെ ചെയ്തെന്നിരിക്കും. അതൊക്കെ സാധാരണമാണ്. അതെല്ലാം മനസ്സിൽ വെച്ച് പെരുമാറിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. കുറെയൊക്കെ മറക്കാനും ക്ഷമിക്കാനും തയ്യാറായാലേ ജീവിതം നമ്മുടെ റൂട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കും. അഭി പറഞ്ഞത് വളരെ ശരിയാ. എന്റെ മകളുടെ സ്ഥാനത്താണ് അഭിയെങ്കിലും പലപ്പോഴും അഭി പറയുന്ന വാക്കുകൾ എന്റെ എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് പോലെ. എന്തായാലും വിഘ്നേശൻ എന്റെ അന്വേഷണം അറിയിക്കണം. ഞാൻ പറഞ്ഞേക്കാം അങ്കിൾ. പിന്നെ നമ്മുടെ കമ്പനിയിൽ അങ്കിൾ ജോയിൻ ചെയ്യുന്ന കാര്യം എങ്ങനെയാ? അതൊക്കെ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാം. അതെന്താ അങ്കിൾ? കേസിന്റെ കാര്യങ്ങളൊക്കെ നടക്കുകയല്ലേ, അതിന്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന കാര്യം തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ശരി, അങ്കിളുടെ ഇഷ്ടം പോലെ ആവട്ടെ. പിന്നെ മീര ബിൽഡേഴ്സിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? ആദർശ് മീരയും കമ്പനിയുടെ പ്രശ്നങ്ങളുമായി നെട്ടോട്ട് ഓടുകയാണ്. ഹൈദരാബാദിൽ ഏതോ റിയൽ എസ്റ്റേറ്റ് കമ്പനി ഫേക്ക് ഡോക്യുമെന്റ്സ് കൊടുത്താണ് സ്ഥലത്തിന്റെ ഡീല് നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അമ്മ ആദർശിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഓവർ കോൺഫിഡൻസ് നമ്മളെ അപകടങ്ങളിൽ കൊണ്ട് ചാടിക്കും. അത് ശരിയാ. ആദർശിന് എല്ലാം അറിയാവുന്നൊരു ഭാവമുണ്ട്. അതിന്റെയാണ് ഇങ്ങനത്തെ കെണിയിലൊക്കെ പോയി ചാടുന്നത്. ഇനി ആ പ്രോജക്റ്റിന്റെ അവസ്ഥ എന്താവോ എന്തോ. അത് സ്റ്റേ ആകാനാണ് സാധ്യത. കുറെ പണം വർഷങ്ങളോളം ഡെഡായി പോകും. അനുഭവിക്കട്ടെ, അല്ലാതെ എന്ത് പറയാനാ. നോക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ബി, ഇടയ്ക്ക് ആണ്ടപ്പോ വിളിച്ചോളാം. ശരി അങ്കിളെ. ശരി. നമുക്കെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. താൻ പറഞ്ഞ പോലെ സമയദോഷവും കർമ്മദോഷവും ഒക്കെ ആണെങ്കിലും ഇതിനൊരു അവസാനമില്ലേ? തൊട്ടതെല്ലാം വിജയിച്ചിരുന്ന എൻ്റെ ജീവിതത്തിലിപ്പോൾ ഞാൻ തൊട്ടതെല്ലാം കെണികളും പ്രശ്നങ്ങളും നഷ്ടങ്ങളും മാത്രമായിക്കൊണ്ടിരിക്കുക. സൂരജ് നോക്കുന്ന പ്രോജക്റ്റ് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. കർണാടകയിലുള്ള ബാക്കി പ്രോജക്റ്റുകളെല്ലാം ഇപ്പോഴും പ്രശ്നത്തിൽ തന്നെയാണ്. സൂരജിന് ഓരോ ആഴ്ചയും ഓരോ സൈറ്റിൽ പോകുന്ന രീതിയിൽ ആക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കർണാടകയിലെ പ്രൊജക്ട്സ് എല്ലാം സൂരജ് നോക്കട്ടെ എന്നാണോ? അതെ, ഞാൻ കുറച്ച് അധിക ദിവസം ഹൈദരാബാദിൽ സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂരജ് വേണം കർണാടകയിലെ പ്രൊജക്റ്റുകളെല്ലാം നോക്കാൻ. അപ്പോ ഇവിടുത്തെ കാര്യം ഇത് റേറ്റ് കുറച്ച് പിടിച്ചതുകൊണ്ട് നഷ്ടമായിരിക്കും എന്നല്ലേ പറഞ്ഞേ? അതെ, അത് താൻ നോക്കണം. ഞാനെങ്ങനെ ഒരു പ്രൊജക്റ്റ് മുഴുവനായിട്ട് നോക്കുക ആദർശേട്ടാ? എനിക്ക് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് പോലും എനിക്കറിയില്ല. അതൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റും. താൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാലേ എനിക്ക് പുറത്തെ പ്രശ്നങ്ങളെല്ലാം സമാധാനമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റും. എന്നാലും എനിക്കിത് നന്നായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഇല്ല ആദർശേട്ടാ. താനിങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ സംസാരിക്കരുത്. ഇത് തൻ്റെ കൂടി കമ്പനിയാണ്. ഞാനിതെല്ലാം കൂടെ ഒറ്റയ്ക്ക് എല്ലായിടത്തും ഓടിയിടന്ന് നോക്കണമെന്ന് പറയാൻ തനിക്ക് എങ്ങനെ മനസ്സ് വരുന്നുടോ? അയ്യോ, അങ്ങനെയല്ല ആദർശേട്ടാ. ഞാൻ എൻ്റെ അറിവില്ലായ്മ പറഞ്ഞതാ. ഞാൻ പ്രൊജക്റ്റ് നോക്കി നഷ്ടം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായ എന്ത് ചെയ്യും? നമ്മൾ സഹിക്കും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. എന്തായാലും ആ പ്രൊജക്റ്റ് നമ്മൾ വാശിക്കെടുത്തതാ. അത് നഷ്ടത്തിൽ അവസാനിക്കുമെന്ന് അന്നേ അറിയായിരുന്നു. പക്ഷേ ആദർശേട്ടനത് ലാഭത്തിലാക്കാൻ അറിയാമെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ. അത് ശരിയാ, അതൊക്കെ ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞതാ. സത്യത്തിൽ അതെങ്ങനെ കണക്കൂട്ടി നോക്കിയാലും നഷ്ടത്തിലേ അവസാനിക്കൂ. അതുകൊണ്ട് ഇനി ആ നഷ്ടത്തെക്കുറിച്ച് താൻ ഒരുപാട് ചിന്തിച്ചു കൂട്ടണ്ട. ധൈര്യമായിട്ട് പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഞാൻ എന്നെ കൊണ്ടാവുന്ന പോലെ ശ്രമിക്കാം. അത് മതി. തന്നെ കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ പ്രോജക്റ്റ് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ എല്ലായിടത്തു നിന്നും നമുക്കിപ്പോൾ നഷ്ടത്തിൻ്റെ കണക്ക് മാത്രമേ വരാനുള്ളൂ. ഇതും ആ കൂട്ടത്തിൽ തന്നെ പൊക്കോളൂ. ഇനി ദോഷങ്ങളൊക്കെ മാറി നല്ല കാലം വരികയാണെങ്കിൽ അപ്പം ലാഭം ഉണ്ടാക്കാം. നമ്മളങ്ങനെ നിരാശപ്പെടേണ്ട സമയമൊന്നും ആയിട്ടില്ല. ഭഗവാൻ വിചാരിച്ചാ ഇവിടെ എന്ത് സംഭവിക്കും?
ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ പോലും നിമിഷങ്ങൾ കൊണ്ട് ഈശ്വരാനുഗ്രഹത്താൽ നേടിയെടുക്കാൻ സാധിക്കും. ആയിക്കോട്ടെ, എനിക്കതിലൊന്നും ഒരു എതിർപ്പുമില്ല. കമ്പനി ലാഭത്തിലായി കിട്ടിയ സന്തോഷം മാത്രമേ ഉള്ളൂ. തൻ്റെ ഭഗവാൻ അതിന് തന്നെ അനുഗ്രഹിക്കട്ടെ. ആദർശേട്ടൻ ഹൈദരാബാദിലെ സ്ഥലത്തിന്റെ പ്രശ്നം തീരുന്നത് വരെ അവിടെ നിൽക്കാനാണോ പ്ലാൻ ചെയ്യുന്നത്? അങ്ങനെയല്ല, അവിടെ ഓരോ ആൾക്കാരെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ അവിടെ താമസിച്ചല്ലേ പറ്റൂ. അല്ലാത്ത സമയത്ത് ബാംഗ്ലൂരും ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കാം. എന്നാലും മെയിൻ കോൺസെൻട്രേഷൻ ആ പ്രോജക്റ്റ് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ പണം തിരിച്ചു കിട്ടാനോ ഒക്കെ ആയിരിക്കും. അവരൊക്കെ നമ്മളെ മനഃപൂർവ്വം പറ്റിച്ചതിന് നമ്മൾ ഇങ്ങനെ അലയേണ്ടി വരുന്നത് കഷ്ടാ. ഇതൊക്കെ ചോദിക്കാൻ ശക്തമായ നിയമങ്ങൾ വേണ്ടതാ. നിയമങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സമയമെടുക്കും. അപ്പോഴേക്കും നമ്മളൊക്കെ മരിച്ച് മണ്ണോടെ മണ്ണായിട്ടുണ്ടാവും. അതൊന്നും ഓർത്ത് താൻ ഇനി ടെൻഷനാവാൻ നിൽക്കണ്ട. നമ്മൾ പറഞ്ഞതുപോലെ എല്ലാം മുന്നോട്ട് പോട്ടെ. ശരി. അച്ഛൻ എന്താ അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്? ഞാൻ ശ്രമിച്ചില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ധന്യ പക്ഷെ ഒന്നും അംഗീകരിക്കുന്നില്ല. എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വിദ്യയെ അവളുടെ ഇഷ്ടത്തിന് വിടുക. ധന്യയെ മനസ്സിലാക്കാൻ നിങ്ങൾക്കാർക്കും ഇപ്പം കഴിയില്ല. അതാ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്. അമ്മയ്ക്ക് വെറും വാശിയണച്ചാ. അതല്ലാതെ വിദ്യയെക്കുറിച്ചൊന്നും അമ്മ ചിന്തിക്കുന്നതേ ഇല്ല. അങ്ങനെയല്ല മോനെ. ധന്യക്ക് ഈ വീട് മാത്രമാണ് ലോകം. ഞാനും നീയും വിദ്യയും പിന്നെ നിങ്ങളുടെ മുത്തശ്ശിയും മാത്രമാണ് ആ ലോകത്തുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചോ നിങ്ങൾക്കുണ്ടാകുന്ന ചിന്തകളെക്കുറിച്ചൊന്നും ധന്യ ആലോചിക്കാറേ ഇല്ല. വിദ്യയെക്കുറിച്ചും അവളുടെ ഭാവിയെക്കുറിച്ചും കൂടുതൽ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ധന്യ ഈ ബന്ധത്തെ എതിർക്കുന്നത്. അമ്മയ്ക്ക് എതിർക്കാൻ 100 കാരണം ഉണ്ടാവും. പക്ഷേ അതൊന്നും സൂരജും വിദ്യയും കല്യാണം കഴിക്കാതിരിക്കാൻ എല്ലാവർക്കും തോന്നേണ്ട കാരണങ്ങളാവുന്നില്ല. അതാണ് മറ്റാർക്കും ഈ ബന്ധത്തിൽ എതിർപ്പില്ലാത്തതും അമ്മ വാശി പിടിച്ച് നിൽക്കുന്നതും. നിന്റെ അമ്മ മാത്രമല്ല, ബീനി ഈ ബന്ധത്തിനെതിരാ. അത് അവർ രണ്ടുപേരും തമ്മിലുള്ള ഈഗോ ക്ലാഷിന്റെ പ്രശ്നമാണ്. അതിനുവേണ്ടി സൂരജിന്റെയും വിദ്യയുടെയും സ്വപ്നങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല ചാ. വിദ്യയുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. അവൾക്ക് നമ്മളല്ലാതെ വേറെ ആരാ ഉള്ളത്? അമ്മയ്ക്ക് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ അമ്മ പതിയെ യാഥാർത്ഥ്യം മനസ്സിലായിക്കൊള്ളുന്നു കരുതി വിദ്യയുടെ ഇഷ്ടത്തിന് സമ്മതിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കില്ല. ഞാൻ കൂടെ ധന്യയെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നില്ല എന്ന് അവൾക്ക് തോന്നിയാൽ അവളാകെ തകർന്നു പോവും. അച്ഛനെന്നാ ഇതിൽ ഇടപെടണ്ട. ഞങ്ങള് ബാക്കിയുള്ളവർ ചേർന്ന് സൂരജിന്റെയും വിദ്യയുടെയും വിവാഹം നടത്താം. ഏയ്, അത് ശരിയാവില്ല. ധന്യയുടെ സമ്മതമില്ലാതെ അങ്ങനെ ഒരു കാര്യത്തിന് മൗന അനുവാദം പോലും മോനെ ഞാൻ തരില്ല. നീ വളരെ പ്രാക്ടിക്കലായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്കത്രയും ഫാസ്റ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കാനൊന്നും കഴിയില്ല മോനെ. ഞങ്ങൾക്കും മനസ്സും ഇമോഷൻസും ഒക്കെ ഉണ്ട്. മക്കളെ വളർത്തുമ്പോൾ പല ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അറിയാതെ തന്നെ മനസ്സിലുണ്ടായിപ്പോവും. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. അച്ഛാ, ഞാൻ അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് മനസ്സിലായി, ഇതൊക്കെ ഒരു വിധിയാണ്. ഒരു തീരുമാനം പോലും എടുക്കാൻ പറ്റാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നൊരവസ്ഥ വല്ലാത്തൊരു വേദനയാണ്. അതൊക്കെ അനുഭവിച്ചേ മതിയാവും. വേറെ വഴിയില്ലല്ലോ. നിന്നെ കുറ്റപ്പെടുത്തില്ല. നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ മോൻ പറയുന്നത് ശരിയാ. കുറച്ചു നാൾ കഴിയുമ്പോൾ എല്ലാം കലങ്ങി തെളിയുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം, അല്ലേ? ഈശ്വരൻ എന്താ കാത്തുവച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. മോന്തേട്ടനെ എങ്ങും കാണുന്നില്ലല്ലോ. ഈ സമയത്ത് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാനോ
ആശ്വാസവാക്ക് പറയാനോ മൂന്തേണ് സാധിച്ചേനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും ഭഗവാനെ? മീര, ഓ, എന്റെ ശ്വാസം നേരെ വേണത് ഇപ്പഴാ. മൂന്തേണ്ണെ കാണാതെ വിഷമിച്ച് ഞാനിപ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ആഹാ, എന്താ എന്തു പറ്റി ഇത്ര അത്യാവശ്യമായിട്ട് കാണാൻ തോന്നാൻ? അത് നല്ല ടെൻഷനുള്ള കാര്യ. എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നത്? ആദ്യം കാര്യം പറയൂ. എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ആദർശേട്ടൻ ഹൈദരാബാദിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവിടെ പോയി നിന്ന് സൈറ്റിലെ കാര്യങ്ങൾ നോക്കാൻ തീരുമാനിച്ചു. ആ, ഇപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന പ്രൊജക്ട് ഞാൻ നോക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിനാണോ മീര ടെൻഷൻ ആവുന്നത്? ഇതൊരു നല്ല കാര്യമല്ലേ? മീരയുടെ കഴിവ് തെളിയിക്കാൻ പറ്റിയ അവസരമല്ലേ കൈവന്നിരിക്കുന്നത്.